the condition for parallel operation of three-phase transformer. നമ്മുടെ ട്രാൻസ്ഫോമറുകൾ പാരലൽ ഓപ്പറേഷൻ നടത്തുന്ന സമയത്ത് ഏതൊക്കെ കണ്ടീഷനുകളാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. നെസസിറ്റി കണ്ടീഷൻ ഇത്. അതിൽ ഒന്നാമത്തേത് പറയുന്നത് പാരലൽ കണക്റ്റഡ് ട്രാൻസ്ഫോമേഴ്സ് മസ്റ്റ് ബി ഇൻ ദി സെയിം പൊളാരിറ്റി ആയിരിക്കണം. നമ്മൾ ട്രാൻസ്ഫോമർ പാരലൽ കണക്ഷൻ നടക്കുന്ന സമയത്ത് സെയിം പൊളാരിറ്റികളായിരിക്കണം എന്ത് ചെയ്യുന്നത് കണക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും, ഡിവൈസ് ഡാമേജ് ആവും. ദ വോൾട്ടേജ് റേഷ്യോ മസ്റ്റ് ബി ഈക്വൽ ടു ദി പാരലൽ കണക്റ്റഡ് ട്രാൻസ്ഫോമർ. വോൾട്ടേജ് റേഷ്യോ നമ്മൾ പറഞ്ഞു V1/V2, E1/E2, N1/N2 എന്ന് പറയുന്നത് മസ്റ്റ് ബി ഈക്വൽ ആയിരിക്കണം. രണ്ട് ട്രാൻസ്ഫോമറും ഈക്വൽ ആയിരിക്കണം. ഓക്കെ. മൂന്നാമത്തത് ദ ഇന്റേണൽ ഇംപിഡൻസ് ഓഫ് പാരലൽ കണക്റ്റഡ് ട്രാൻസ്ഫോമർ ഷുഡ് ബി ഈക്വൽ. ഇന്റേണൽ രണ്ട് ട്രാൻസ്ഫോമർ പാരലൽ കണക്ട് ചെയ്യാൻ പോകുന്ന രണ്ട് ട്രാൻസ്ഫോമറിന്റെ ഇന്റേണൽ ഇംപിഡൻസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അതായത് ഒരു ഇന്റേണൽ ഇംപിഡൻസ് ഓഫ് ട്രാൻസ്ഫോമറിന്റെ ഒന്നാമത്തെ ഇന്റേണൽ ഇംപിഡൻസ് എന്ന് പറയുന്നത് Z1 ആണെങ്കിൽ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിന്റെ ഇന്റേണൽ ഇംപിഡൻസ് Z2 ആണെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കണം. മൂന്നാമത്തത് ദ ഫേസ് സീക്വൻസ് ഓഫ് ഓൾ ദ പാരലൽ കണക്റ്റഡ് ട്രാൻസ്ഫോമർ മസ്റ്റ് ബി സെയിം. ഫേസ് സീക്വൻസ് എന്തായിരിക്കും, മസ്റ്റ് ബി സെയിം ആയിരിക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ട്രാൻസ്ഫോമറിന്റെ ഫേസ് സീക്വൻസ് കൂടുന്നത് ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ട്രാൻസ്ഫോമറിന്റെയും ഫേസ് സീക്വൻസ് എന്തായിരിക്കും, സെയിം ഫേസ് സീക്വൻസ് ആയിരിക്കും. ഫേസ് ഡിഫറൻസ് പാടില്ല. ഫേസ് ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിന്റെ പാരലൽ ഓപ്പറേഷൻ ഓക്കെ വിചാരിക്കുന്നു. ഇത്രയും കണ്ടീഷനുകളാണ്, ഏതെങ്കിലും മൂന്നെണ്ണം പിടിച്ചു വെക്കുക.